കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് നമ്മളെ പേജ് റെൻഡർ ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മളുടെ സൈറ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. എന്തായിരുന്നു ഇപ്പൊ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കോഡ് തുറന്നു പോയല്ലോ. ഓക്കെ, ytenv/scripts/activate അല്ലായിരുന്നോ? അത് ഇനി പൈത്തൺ manage.py റൺ സെർവർ പരിപാടി കഴിഞ്ഞു. ഇതിവിടെ റെൻഡർ ആയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മളെ വ്യൂസിൽ എഴുതി വെച്ച ബട്ടൺ ഇല്ലേ, ആ ലോഗോയിസ്, അതിവിടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്താ, നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് HTML കോഡ് എഴുതി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് അതൊരു ഫയലിനകത്ത് എഴുതി വെക്കുന്ന കോഡ് ഫയലിനകത്ത് തന്നെ ചെയ്യണം, അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആപ്പിൽ, ഈ ആപ്പിനകത്ത് ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കും, പേര് കൊടുക്കും ടെംപ്ലേറ്റ്സ്. കണ്ടില്ലേ? ഇതിനകത്ത് ഞാൻ പുതിയൊരു ഫയൽ ഉണ്ടാക്കി വെക്കും, എന്തെങ്കിലും .html, എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ ഈ HTTP റെസ്പോൺസ് ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റും. എന്നിട്ട് ഞാൻ ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെൻഡർ, എന്താ റെൻഡർ ചെയ്യണ്ടേ, റിക്വസ്റ്റ് കോമ, അയ്യോ ടി മറന്നുപോയല്ലോ, റിക്വസ്റ്റ് കോമ നമ്മളുടെ ഇതിനകത്തുള്ള ടെംപ്ലേറ്റ്സിനകത്തുള്ള home.html, ശ്രദ്ധിക്കുക, home.html എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനെ റെൻഡർ ചെയ്യിക്കുകയെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. കണ്ടോ? അപ്പൊ ഞാൻ ഇനി ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ കാണാ, ഒന്നും കാണുന്നില്ല. ഈ home.html ഞാൻ വന്നിട്ട് ദിസ് ഈസ് ദ ഹോം പേജ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്താ കാണാ, ദിസ് ഇസ് ദ ഹോം പേജ്. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ആകെ നേരത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, റിട്ടേൺ HTTP റെസ്പോൺസ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, റിട്ടേൺ റെൻഡർ. എന്ത് റെൻഡർ ചെയ്യണം, home.html റെൻഡർ ചെയ്യണം. ഈ ആർഗ്യുമെന്റ് നമ്മൾ ഇവിടെ കോൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി ഇനി നമ്മള് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇൻഡെക്സ് മാത്രമല്ല എന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഇതിനകത്ത് ഇൻഡെക്സ് പേജ് മാത്രമല്ല, എബൌട്ട് പേജ്, പ്രൊഡക്ട്സ് പേജ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എബൌട്ട് പേജ് വേണം എനിക്ക്, പിന്നെ പ്രോഡക്ട്സ് പേജ് വേണം, അല്ലെ? ഇതൊക്കെ വേണം. ഞാൻ ഇവിടെ പ്രോഡക്റ്റ് എബൌട്ട് ആണെന്നുണ്ടെങ്കിൽ about.html, പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ products.html, ഈ about.html നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പ്ലസ് ബട്ടൺ ഞെക്കി .html എന്ന് പറഞ്ഞുണ്ടാക്കി. പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അയ്യോ പോയി, എവിടെ പോയി, എവിടെ ഷോപ്പിൽ, ഷോപ്പിൽ ടെംപ്ലേറ്റ്സിൽ ഇവിടെ വന്നിട്ട് നമ്മൾ products.html ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ നേരെ ഹോമിൽ വന്ന് ഇത് കോപ്പി ചെയ്തു. ഞാൻ പ്രൊഡക്ട്സിൽ പോയി ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താക്കി, പ്രൊഡക്ട്സ് ആക്കി. എബൌട്ടിൽ ഞാൻ വന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് ഞാൻ ഇതുണ്ടാക്കി, എബൌട്ട് ആക്കി, അല്ലെ? ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇനി ഞാൻ ഇവിടെ സ്ലാഷ് എബൌട്ട് എന്ന് അടിച്ചാൽ എബൌട്ട് വരുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ആകെ അഡ്മിൻ എന്നുള്ള ഒരു പേജും പിന്നെ നെയിം ഹോം ആയിട്ടുള്ള ഏതോ ഒരു പേജ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് എവിടെയായിട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മളതാ ഈ ഇതല്ല, ഈ urls.py നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ, ഈ ഹോം, ഇതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഹോമിന്റെ കൂടെ നമുക്ക് എബൌട്ടും കാര്യങ്ങളും, ഹോം മാത്രം വന്നാൽ മതിയോ? പോരാ, നമുക്ക് എന്ത് വേണം, എബൌട്ട് വേണം. സോ ഇത് കോപ്പി ചെയ്യുന്നു, 2 പ്രാവശ്യം താഴെ പേസ്റ്റ് ചെയ്യുന്നു. ഫ്രം വ്യൂസിന്റെ അകത്ത് നമുക്ക് ഇനി എന്താ വേണ്ടത്, എബൌട്ട് വേണം. പിന്നെന്താ വേണ്ടത്, പ്രൊഡക്ട്സ് വേണം, അല്ലെ? എന്ത് വിളിക്കുമ്പോൾ എബൌട്ട് വരേണ്ടത്, സ്ലാഷ് എബൌട്ട്. പ്രൊഡക്ട്സ് വിളിക്കേണ്ട സ്ലാഷ് എബൌട്ട് അല്ല, എബൌട്ട് കഴിഞ്ഞിട്ട് സ്ലാഷ് കൊടുക്കട്ടോ. പ്രൊഡക്ട്സ് അതൊക്കെ എന്താന്ന് സ്ലാഷിന്റെ കാര്യങ്ങളൊക്കെ പറയാട്ടോ. ഈ ഹോം അല്ല, നമുക്ക് ഞാൻ ഇവിടെ ഈ എബൌട്ട് എന്താന്ന് ഞാൻ ഈ നെയിം എന്താന്ന് ഇപ്പൊ പറഞ്ഞുതരാം, ആരും വിഷമിക്കണ്ട, ഇപ്പൊ സെറ്റ് ആക്കി തരാം. സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ സ്ലാഷ് എബൌട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പൊ അവിടെ എന്താ വന്നത്, ദിസ് ഇസ് ദി എബൌട്ട് പേജ്. ഇത് ഇവിടെ ഈ എബൌട്ട് ആണ്, ഈ എബൌട്ട് അല്ല കേട്ടോ, ഈ എബൌട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം എബൌട്ട് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാനെന്നുണ്ടെങ്കിൽ ഈ സാധനം റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. പക്ഷെ ഈ എബൌട്ട് നെയിം ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കില്ല, ഇത് വരില്ല. കാരണം ഇവിടെ എന്താ കാണിക്കുന്നത്, എബൌട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, എബൌട്ട് ഇല്ല എന്ന് പറഞ്ഞു. സോ എബൌട്ട് അല്ല, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നോ ആ കാര്യമാണ്. അതായത് ഇപ്പൊ ഞാൻ എബൌട്ട് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ലിങ്കിനകത്ത് എബൌട്ട് കോൾ ആവും. ഇത് നമ്മളുടെ വ്യൂവിന്റെ അകത്തുള്ള എബൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. എന്താണ് നെയിം, എബൌട്ട് ഡോട്ട് നെയിം. നെയിം എന്താണെന്നുള്ള കാര്യം പറയാൻ ഞാൻ ഇവിടെ ഹോമിൽ വന്നു. എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു AHREF എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ ഇട്ടു.
ഇതിൽ നമ്മൾ ജാങ്കോ HTML എവിടെ നോക്കിയാൽ അറിയാം കേട്ടോ. ജാങ്കോ HTML എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. ഈ ജാങ്കോ HTML എന്നുള്ള സാധനം ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സ്റ്റൻഷൻസിൽ വന്നിട്ട് ഇവിടെ ചുമ്മാ ജാങ്കോ HTML അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാൾ ആക്കിയ ഏതോ ഒരു സാധനം കിട്ടും. നോക്കട്ടെ, ഇതാ ജാങ്കോ. ഈ എന്തത് വായിക്കുക ഈ സാധനം. ഇത് നിങ്ങൾ എന്തെങ്ങനെ വായിച്ചു. ബ്യൂട്ടിഫുൾ സിൻടാക്സ് ആൻഡ് സ്കോപ്ഡ് സ്നിപ്പറ്റ്സ് ഫോർ പെർഫെക്ഷനിസ്റ്റ് വിത്ത് ഡെഡ് ലൈൻസ്. ഇത് കുറെ സാധനങ്ങൾ മാറ്റി മാറ്റി ഇട്ട് നോക്കിയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തിട്ട സാധനമാണ്. അപ്പൊ ഈ സാധനം നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ജാങ്കോ HTML കിട്ടും. ഇനി ഞാൻ ഇവിടെ URL ആഡ് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വന്നതിന്റെ കാരണം ഈ എക്സ്റ്റൻഷൻ ആണ് URL. ഉണ്ടോ URL. ഇനി ഞാൻ എന്താ കൊടുക്കാൻ പോണേ, ഈ URLന്റെ പേര് എന്താന്നുള്ളത് ഞാൻ ഇവിടെ എബൌട്ട് എന്ന് അടിച്ചു എന്ന് വിചാരിച്ചു. എബൌട്ട് എന്ന് അടിച്ചു. ഇനി ഞാൻ തിരിച്ചെന്റെ ഹോം പേജിലേക്ക് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ റിവേഴ്സ് മാച്ച് കണ്ടോ. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലത്തെ എബൌട്ട് എന്ന് പറഞ്ഞ URL ഒന്നും ഇല്ലാന്ന് പറയണേ. അതെങ്ങനെ ശരിയാവാ? ഇവിടെ URLസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാലോ എബൌട്ട് എന്ന് പറഞ്ഞ URL ഉണ്ടെന്ന്. പക്ഷെ അതിൽ കാര്യമില്ല. കാരണം എന്താ, അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നെയിം ആണ്. മനസ്സിലായോ? എന്താ അവിടെ കൊടുക്കുക? നെയിം ആണ് കൊടുക്കുക. എബൌട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു, റിഫ്രഷ് ചെയ്തു. ഇപ്പൊ അവിടെ വന്നത് കണ്ടോ. നമ്മളിവിടെ എനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. എബൌട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് അവിടെ വന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എബൌട്ടിലേക്ക് പോയി. കണ്ടോ, /about. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? അപ്പൊ ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഗതി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് പേജിന്റെ അകത്തുനിന്ന് വേറെ പേജിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ റീഡയറക്ട് നമ്മൾ വ്യൂസിനകത്തൊക്കെ നമ്മൾ ചില സമയത്ത് ഈ സാധനങ്ങൾ ഉപയോഗിക്കും. അപ്പൊ അങ്ങനത്തെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഈ URLനെ റെഫർ ചെയ്യുക ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയബിൾ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ എബൌട്ട് തന്നെ കൊടുക്കാറുള്ളൂ ഫോർ ഈസിനെസ് ആൻഡ് കൺവീനിയൻസ്. സോ ഞാൻ ഇതിന് എബൌട്ട് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, എബൌട്ട് തന്നെ കൊടുക്കുന്നു. ഇത് റിഫ്രഷ് ചെയ്യുന്നു, ബാക്ക് വരുന്നു. കണ്ടോ, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, ആള് ചില്ലാണ്. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആണ് ഇതിന്റെ URL കൊടുക്കുക, കാര്യങ്ങൾ. ഇതിന്റെ പണിയുള്ള സിമ്പിൾ പെട്ടെന്ന് തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെംപ്ലേറ്റ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ബൂട്ട് സ്ട്രാപ്പ് ഒന്ന് കണക്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഹോം പേജ് മൊത്തം കളയാണ്. ഞാൻ ഇതിന്റെ ബേസിക് നമ്മളെ HTML ബോയിലർപ്ലേറ്റ് എടുത്ത് വെച്ചു. എന്നിട്ട് ഷോപ്പിംഗ് മാർക്കറ്റ് കാലിക്കറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. CALI C വിട്ടുപോയി, കാലിക്കറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ നമ്മളെ ഈ ഒരു സാധനത്തിന്റെ ഞാൻ ബൂട്ട് സ്ട്രാപ്പ് ഒന്ന് കണക്ട് ചെയ്യാം. ബൂട്ട് സ്ട്രാപ്പ് നേരെ താഴെ വന്നിട്ട് ഇവിടെ എടുക്കുന്നു, ഇവിടെ ഇടുന്നു. സ്ക്രിപ്റ്റ് എടുക്കുന്നു, ഇവിടെ ഇടുന്നു. jQueryയും കൂടെ ഇട്ടേക്കാം അല്ലെ. jQuery CDN jQuery 3x uncompressed എടുക്കുന്നു. കൂടിയ സാധനം തന്നെ ആയിക്കോട്ടെ. നേരെ എടുത്ത് ഇവിടെ ഇടുന്നു. പരിപാടി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് തിരിച്ച് നമ്മളെ ബൂട്ട് സ്ട്രാപ്പിലേക്ക് തന്നെ വരികയാണ്. ബൂട്ട് സ്ട്രാപ്പിലേക്ക് വന്നിട്ട് ഞാൻ ഇതിന്റെ ഡോക്സിൽ കയറി നേരെ താഴെ വന്നിട്ട് ലേഔട്ട് ഗ്രിഡ് എവിടെ നമ്മൾ മറ്റേ നാവിഗേഷൻ ബാർ ഒക്കെ എവിടെ, നാവ് ഓക്കെ. ഈ നാവിഗേഷൻ ബാർ ഞാൻ കോപ്പി ചെയ്തിട്ട് നേരെ ഞാൻ ഇതിന്റെ ബോഡീന്റെ ഹെഡില് ബോഡീന്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നാവിഗേഷൻ ബാർ ഞാൻ കൊണ്ടുവരുന്നു. ഇന്ന് ഞാൻ നേരെ താഴെ വന്ന് ഇതിന്റെ ഫൂട്ടർ കിട്ടും എനിക്ക്. ഫൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഫൂട്ടർ ദിസ് ഈസ് മൈ ഫൂട്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. ഫൂട്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഞാൻ div ഇട്ടു, അല്ലെങ്കിൽ ഞാൻ ഡോട്ട് കണ്ടെയ്നർ ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് എന്താ പറയണേ, BG സെക്കൻഡറി എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടെ സ്റ്റൈല് ഡിസ്പ്ലേ അല്ല, മാക്സ് ഹൈറ്റ് 100 VH അല്ലെങ്കിൽ ഒരു 60 VH എന്ന് പറഞ്ഞു കൊടുത്തു. അത്രയും മതി. ഇത്രയും സാധനങ്ങൾ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ സംഗതി ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഇത് ഒന്നും കൊടുത്തിട്ടില്ല, ടൈപ്പ് ചെയ്തിട്ടില്ല. ഇത് മാക്സ് ഹൈറ്റ് അല്ല, മിനിമം ഹൈറ്റ് 60 കൊടുത്ത സമയത്ത് ഇവിടെ നമുക്ക് എന്ത് വന്നു, ഒരു 60 വ്യൂ പോർട്ട് ഹൈറ്റിന്റെ വലിപ്പത്തിലുള്ള ഈ ഒരു സാധനം വന്നു. ഇനി ഞാൻ എന്താ, ഇതിപ്പോ ഞാൻ ഇവിടെ ഇതിനകത്ത് എഴുതുകയാണ്, ദിസ് ഇസ് മൈ about page.
അല്ല ഹോം അല്ലേ, ഹോം പേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇത് ഇവിടെ വന്നു, സാധനം ഇവിടെ വന്നു. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബി ജി സെക്കൻഡറി കൊടുത്തതുപോലെ കളറല്ലേ വൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേ. അയ്യോ, ഇതിൻ്റെ ബൂട്ട് സ്ട്രാപ്പ് എന്തായിരുന്നു, ടെക്സ്റ്റ് WHI എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ടെക്സ്റ്റ് വൈറ്റ് ആയി. പിന്നെ വേണമെങ്കിൽ ഒരു ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററും അലൈൻ ഐറ്റംസ് സെന്ററും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡീഫ്ലെക്സ് കൊടുക്കണം. ഡീഫ്ലെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെന്ററിലേക്ക് വന്ന് അവിടെ നിൽക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിസൈൻ. ഓക്കെ, ഇങ്ങനൊരു ഡിസൈൻ ഞാൻ ഇതിനകത്ത് ചെയ്തു വെച്ചെന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്ക് എന്താണ്, ദിസ് ഇസ് മൈ ഹോം പേജ് വന്നു. അബൌട്ട് പേജിൽ എനിക്ക് ഇതേ ഡിസൈനാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാം സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ട് അബൌട്ട് പേജിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഹോം മാതിരി ഞാൻ എന്താക്കുന്നു, അബൌട്ട് മാത്രമാക്കുന്നു. ഇതാണ് എൻ്റെ ഏക ചേഞ്ച് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹോമിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നേരെ വന്ന് ഇതിനകത്ത് ഞാൻ AHREFിനകത്ത് നേബർ ബ്രാൻഡ് ആണ് ഹോം എന്നുള്ള സാധനം. ഹോമിൽ ഞാൻ എന്ത് കൊടുക്കും, ഹോമിൽ ഞാൻ URL കൊടുക്കും. എന്താ പറയാ, ഹോം നെയിം ഹോം അല്ലേ, ഹോം എന്ന് തന്നെ കൊടുത്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് നമ്മളെ അബൌട്ട് ആക്ഷൻ, അബൌട്ട് അല്ലല്ലോ, ലിങ്ക്. ഓക്കെ, ലിങ്ക് അവിടെ ഡ്രോപ്പ് ഡൗൺ ഏടോ ലിങ്ക് കൊടുക്കുന്നത്. ലിങ്കിനകത്ത് ഞാൻ URL എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബൌട്ട് ഇട്ട് കൊടുത്തു. റിഫ്രഷ് ചെയ്യുന്നു, ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് മൈ അബൌട്ട് പേജ് വന്നു. ഹോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും വന്നില്ല. എന്താ കാരണം ഞാൻ ഈ എല്ലാ സാധനങ്ങളും പിന്നെയും കോപ്പി ചെയ്ത് ഞാൻ പിന്നെ അബൌട്ട് പോയി Ctrl+V അടിച്ച് സേവ് ചെയ്ത് ഇവിടെ ഞാൻ ഹോം മാറ്റി അബൌട്ട് ആക്കണം. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇത് റിഫ്രഷ് ചെയ്താൽ ദിസ് ഇസ് മൈ അബൌട്ട് പേജ്, ഹോം ക്ലിക്ക് ചെയ്താൽ ദിസ് ഇസ് മൈ ഹോം പേജ്. കണ്ട, അപ്പൊ ഇത് ഓരോ പ്രാവശ്യം ഞാൻ ഇതിന്റെ മുകളിൽ ഈ ഹെഡറിലും ഫൂട്ടറിലും ഒരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഈ ടെംപ്ലേറ്റുകളൊക്കെ ഞാൻ മാറ്റണം. അല്ലെങ്കിൽ ഈ എന്താ പറയണേ ഫയൽസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യണം, മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണ് അല്ലെ. അപ്പോ ഞാൻ കണ്ടുപിടിച്ച ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ജാങ്കോയിലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു എന്താ ചെയ്യാന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഒരു പുതിയ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. എന്തെങ്കിലും പേര് ഞാൻ ഇവിടെ base.html എന്നാണ് കൊടുക്കുന്നത്. ബേസ് ഇഷ്ടമുള്ള പേര് കൊടുക്കട്ടോ, HTML എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, HTML എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ HTML പേജിനകത്ത് എൻ്റെ ഹോം പേജിൽ വന്നിട്ട് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ കോപ്പി ചെയ്ത് ഇതിൽ ഞാൻ പേസ്റ്റ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ദിസ് ഇസ് മൈ ഹോം എഴുതിയിട്ടുള്ള സെക്ഷൻ, ഇവിടെ ഞാൻ നമ്മളുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ എഴുതി വെക്കും. ഞാൻ ഇവിടെ കണ്ടന്റോ ഇത് എന്ത് ചെയ്യണം കൊടുക്കട്ടോ, കണ്ടന്റ് ബ്ലോക്ക് മാത്രം കറക്റ്റ് ആയാൽ മതി. കണ്ടന്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ഈ സെക്ഷൻ ഞാൻ ഇങ്ങ് കട്ട് ചെയ്തെടുക്കും. കണ്ടോ? എന്നിട്ട് ഞാൻ എൻ്റെ ഹോം പേജിൽ വന്നിട്ട് ഈ എൻറ്റയർ സെക്ഷൻ ഞാൻ ഒഴിവാക്കും. എന്നിട്ട് ഞാൻ അവിടെ പറയും എക്സ്റ്റെൻസ്, ഈ വേർഡ്സ് ഓർത്ത് വെച്ചോ, എക്സ്റ്റെൻസ് base.html. base.html എക്സ്റ്റെൻഡ് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള ബ്ലോക്കിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പുറത്തും കൂടെ ഞാൻ ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം. Ctrl+A കോപ്പി അബൌട്ട്, Ctrl+V base.html സേവ് ചെയ്യുന്നു. അബൌട്ടിനകത്ത് വന്നിട്ട് ദിസ് ഇസ് മൈ അബൌട്ട് പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ദിസ് ഇസ് മൈ ഹോം പേജ്. ഞാനിപ്പോ ഈ ലിങ്ക് എന്നുള്ള ബട്ടൺ ഞെക്കിയാൽ ദിസ് ഇസ് മൈ അബൌട്ട് പേജ്. ഹോം പേജിൽ ഞാൻ എന്തേ എഴുതിയിട്ടുള്ളൂ, ഞാൻ അതിനകത്ത് ഹോം പേജിനകത്ത് ഞാൻ ആകെ ദിസ് ഇസ് മൈ ഹോം പേജ് ആകെ ഞാൻ എന്താ കൊടുത്തത്, എക്സ്റ്റെൻഡ് base.html. ഇവിടെ സംഭവിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ HTML base.html എന്ന് പറയുന്ന പേജിനകത്തുള്ള കംപ്ലീറ്റ് സാധനം ഇങ്ങോട്ടേക്ക് എടുത്തു എന്നാണ് home.htmlന്റെ ഈ ലൈനിൽ ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻസ് base.html, ആ കംപ്ലീറ്റ് ടെംപ്ലേറ്റ് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ എന്താണ് ബാക്കിയുള്ളത്, നമുക്ക് ഇതിനകത്തുള്ളത് എന്താ, ബ്ലോക്ക് കണ്ടന്റ് എൻഡ് ബ്ലോക്ക് കണ്ടന്റ്. ഈ എൻഡ് ബ്ലോക്ക് വേണമെന്നില്ല, കണ്ടന്റ് വേണമെന്നില്ല, ഇങ്ങനെ ഇട്ടാൽ അത് വർക്കാവും. ഞാൻ
അവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് വർക്കാവും. കണ്ടില്ലേ? അപ്പം ബ്ലോക്ക് കണ്ടന്റ് എൻഡ് ബ്ലോക്ക്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് റെൻഡർ ചെയ്ത് കൊടുക്കുക. ഹോം ഡോട്ട് എച്ച് ടി എം എന്ന് റെൻഡർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഹോം ഡോട്ട് എച്ച് ടി എം ആദ്യം ബേസിന് ഇങ്ങോട്ടേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ടന്റിനെ എവിടേക്കാണോ പ്ലേസ് ചെയ്യാനുള്ളത് അവിടേക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തു. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് രണ്ട് കാര്യം. ഇനി ഈ എക്സ്റ്റെൻഡും ബ്ലോക്കും നമ്മൾ കണ്ടു. ഒരാളും കൂടെ ഉണ്ട്, ഇൻക്ലൂഡ്. ഇപ്പൊ പ്രൊഡക്ട്സ് എന്നുള്ള പേജ് ഉണ്ട്. ഞാൻ ദിസ് ഇസ് മൈ പ്രൊഡക്റ്റ് പേജ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഞാൻ അവിടെ ഹോമിൽ വന്നിട്ട് ഞാൻ ഇതിന്റെ താഴെ ഇതിന്റെ താഴെയായിട്ട് ഇതിന്റെ ആക്ച്വലി നമ്മൾ ഇതിന്റെ താഴെ ഒന്ന് എഴുതിയത് വർക്ക്. ഇതിന്റെ താഴെ ഞാനിപ്പം ഹലോ ഗോയ്സ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഏതാണ് പേജ്? ഹോം പേജ് ആണ്. ഞാൻ ഹോം പേജ് വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹലോ ഗൈസ് ഇവിടെ വരില്ല. കണ്ടോ? ദിസ് മൈ ഫൂട്ടർ വരെ കഴിഞ്ഞു. പക്ഷെ ഇത് ഈ സെയിം സാധനം ഞാൻ എവിടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഹലോ ഗോയ്സ് അവിടെ വന്നു. കണ്ടില്ലേ? അപ്പൊ ഇതിനകത്ത് എഴുതണം. എൻഡ് ബ്ലോക്കിന്റെയും ബ്ലോക്ക് കണ്ടന്റിന്റെയും ഉള്ളിൽ വേണം എഴുതാൻ. അതിന് പുറത്ത് നമ്മൾ എഴുതാൻ പാടില്ല. മനസ്സിലായോ? ഇനി ഇവിടെ ഞാൻ വേറൊരു സാധനം എഴുതാണ്, ഇൻക്ലൂഡ്. ഞാനിവിടെ പ്രോഡക്ട്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ അല്ല, പ്രോഡക്ട്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് നമ്മൾ സിംഗിൾ കോട്ട്സ് ഇടുക. കൊടുത്തിട്ട് റിഫ്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട, ദിസ് ഇസ് ദ പ്രോഡക്റ്റ് പേജ്. ഞാൻ എന്ത് ചെയ്തു? പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചു. അപ്പൊ അവിടുന്ന് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടെംപ്ലേറ്റിന് നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫയലിന്റെ കംപ്ലീറ്റ് ലോ ഇത് നമ്മൾ ജസ്റ്റ് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഇത് ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്കും കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മൾ എഴുതുന്ന സെക്ഷനാണ് നമ്മളുടെ വ്യൂസ് ഡോട്ട് പി വൈ. അപ്പൊ ഇന്ന് നമുക്ക് ടെംപ്ലേറ്റ്സിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വ്യൂസ് എന്ത്, എങ്ങനെയൊക്കെ ഏതൊക്കെയാന്നുള്ള കാര്യങ്ങൾ, അതുപോലെ മോഡലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.